ഓക്കെ, ഇന്ന് നമുക്ക് നമ്മുടെ മക്കളുടെ സ്കൂൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂൾ ആക്സസറീസ് കുറച്ച് മേടിച്ചത് നമുക്ക് നോക്കാമേ. കുറേ സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അത് 2 ക്യാരി ബാഗ്സിലായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മോളുടെ ഒരു പെൻസിൽ പൗച്ചാണ് കേട്ടോ. നമ്മുടെ മിക്കി മൗസിൻ്റെ ഒരു പെൻസിൽ പൗച്ചാണുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ അതാ ഒരു സ്കെയിലും ഒരു റബ്ബറും സ്കെയിലും പെൻസിലും ഒരു ഇറൈസറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്കെയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയില്. അപ്പോൾ ഇതാണ് അവൾക്ക് മേടിച്ചത് കേട്ടോ. അവൾക്ക് മേടിച്ചതല്ല, അവൾ തന്നെ പോയി എടുത്തതാണ്. പിന്നെ നോക്കി ചാർട്ടാണ് കേട്ടോ. അപ്പോൾ ചാർട്ട് ഒരു 4-5 ചാർട്ട് വരും. അത് മോന് ആവശ്യത്തിനായിട്ടുള്ളത്. പിന്നെ നമ്മളിതാ മേടിച്ച് നോക്കി നമ്മുടെ പേപ്പർ, നമ്മുടെ ബുക്ക് റാപ്പ് ചെയ്യുന്ന ഷീറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 5 എണ്ണമാണ് വരുന്നത്. ഒരു പീസിന് 30 രൂപയാണ് വരുന്നത് കേട്ടോ, വില വരുന്നത്. അങ്ങനെ 4 പീസ് 5 പീസാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരു റേറ്റ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതല്ല സത്യത്തിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് കുറേ ഡിസ്കൗണ്ട് വന്നതിന് ശേഷമാണ്. അപ്പോൾ അവിടെ അവർ തന്നെ പറഞ്ഞു തരും, അവിടെ സെയിൽസിൽ നിൽക്കുന്നവർ തന്നെ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ അത് മേടിച്ചു. പിന്നെ ഇതാ നോക്കി നമ്മുടെ മോൾക്കൊരു ലഞ്ച് ബോക്സ് മേടിച്ചതാണേ. അപ്പോൾ ഇതാ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് കുറച്ച് റേറ്റ് കൂടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിന് ബോട്ടിൽ ഇതും കൂടെ വരുന്നതാണ് 520 രൂപയാണ്. ഇത് റേറ്റ് കൊടുത്തേക്കുന്നത് 599, 600 കേട്ടോ ഡിസ്കൗണ്ട് റേറ്റ്. പക്ഷേ അതിൽ നിന്നും വീണ്ടും ഡിസ്കൗണ്ട് ഉണ്ട് ഇതിന്. അപ്പോൾ അതാ നോക്കി നമ്മുടെ അവർക്കിങ്ങനെ സിപ്പ് ചെയ്ത് കുടിക്കാം. സിപ്പ് ചെയ്തല്ല അവരിതാണ് ഇങ്ങനെ സ്ട്രോ ഒക്കെ വരുന്ന ടൈപ്പാണ്. അകത്ത് നല്ല ഒരു കോട്ടിംഗ് ഒക്കെ ഉള്ള ഒരു എനിക്ക് നിൽക്കാൻ തുറന്നു തരാം ഇങ്ങനെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പിന്നെ ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ. നോക്കി അപ്പോൾ അതിനകത്തേക്ക് വീണ്ടും ഒരു ചെറിയ കണ്ടെയ്നർ കൂടിയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കറിയൊക്കെ കൊടുത്ത് വിടണമെന്നുണ്ടെങ്കിൽ സ്നാക്സും, അതായത് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ദോശയോ ഒക്കെ കൊടുത്തു വിടുമ്പോൾ അതിൻ്റെ കൂടെ കറിയായിട്ട് യൂസ് ചെയ്യാം. അതല്ല വെജിറ്റബിൾ കട്ട് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് അടച്ചു വയ്ക്കട്ടെ, അമ്മ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരെണ്ണം മേടിച്ചു. പിന്നെ നോക്കിയതാ മോൻ മേടിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ട് മേടിച്ചിട്ടുള്ള ഒരു പെൻസിൽ പൗച്ചാണ് കേട്ടോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരെണ്ണമായിരുന്നു, അത് കൊണ്ടുവന്ന് ഇളക്കി കളഞ്ഞു. അപ്പോൾ ഇത് കൊണ്ട് ഇങ്ങനെ തുറന്നാൽ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഷാർപ്പ്നർ യൂസ് ചെയ്യാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ 2 വശങ്ങളിലായിട്ട് പെൻസിൽസും മറ്റുമൊക്കെ വെക്കാം. ഇത് മറ്റൊരു ചെറിയൊരു ക്യാബിൻ പോലെ ഉണ്ട് കേട്ടോ. അത് കഴിവല്ലേ ഇടയ്ക്ക് എൻ്റെ കണ്ണുരുട്ടൽ ഇങ്ങനെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇത് പിന്നെ അവൻ കുറച്ച് നെയിം സ്ലിപ്സ് മേടിച്ചതാണ് കേട്ടോ. ഇതിനകത്ത് കുറേ ബേർഡ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവന് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണേ. പിന്നെ ഇവരുടെ സ്കൂൾ യൂണിഫോം സോക്സ് ഉണ്ടല്ലോ, അത് മേടിച്ചു 2 പേർക്കും. പിന്നെ ഉള്ളത് ക്രയോൺസ് ഒക്കെ തന്നെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് സാധനം മേടിച്ചുകൊണ്ടാണ് ഒരു 5000-ലൊക്കെ എത്തിയത്. അപ്പോൾ ഓൾറെഡി ബാഗ് കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ പിന്നെ വീണ്ടും ഒരു ഇറൈസർ പോയി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് ഫാബ്രിക് പാൻസ് മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അത് ടൈഗർ വൈറ്റ്. പിന്നെ ഒരു ചെറിയ ക്രയോൺ എവിടുന്നോ എടുത്തിട്ടതാണ് കേട്ടോ പിള്ളേർ ചിലതൊക്കെ. പിന്നെ പെൻസിൽ. പിന്നെ ഞാനൊരു ഹൈലൈറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് മേടിച്ചത്. കുട്ടികൾക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും ടെക്സ്റ്റൊക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അതുകൊണ്ട് ഒരു 10 പെന്നാണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. 80 രൂപയാണ്. 100 രൂപയാണ് എടുത്ത് കൊടുത്തേക്കുന്നത്, 80 രൂപയെ വരുന്നുള്ളൂ ഇതിന്. പിന്നെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ചു, അതും 80 രൂപയെ വരുന്നുള്ളൂ. 100 ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന റേറ്റ് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ബാഗാണ് കേട്ടോ. ഇത് മോൻ്റെ ഒയാസിസിൻ്റെ ബാഗാണ് കേട്ടോ. ഇത് 1700 ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ബാഗാണ്. നമുക്ക് ഈ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് ഒരു 900 നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. അത്യാവശ്യം ഒരു 2 വർഷമൊക്കെ യൂസ് ചെയ്യാമെന്നുള്ളൊരു കണക്കിലാണ് മേടിച്ചത്. പിന്നെ അവൻ എങ്ങനെ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ മുമ്പൊക്കെ യൂസ് ചെയ്തിരുന്നത് ലാപ്ടോപ്പ് ബാഗ്സും അതും ഇതൊക്കെ ആയിരുന്നു കേട്ടോ കൂടുതലും. പിന്നെ മോക്ക് മേടിച്ച ബാഗാണ് കേട്ടോ ഇത്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് പിങ്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടാവുമല്ലോ.
അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതും അത്യാവശ്യം നല്ല എന്താണ് സ്പേസ് ഉള്ള ബാഗാണ് കേട്ടോ. നമുക്ക് അടുത്ത വർഷം കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അടുത്ത വർഷം അതിൻ്റെ അടുത്ത വർഷമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇവർക്ക് അധികം ബുക്സ് ഒന്നും വരില്ലല്ലോ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനിയുള്ളതെല്ലാം ബുക്സാണ് കേട്ടോ. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലെന്ന് വെച്ചാൽ കൂടുതൽ ബുക്സ് മേടിച്ചു, റേറ്റ് കുറവായതുകൊണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്സ് ആണ് കേട്ടോ. ഒരു 12 പീസ് വരും ഇത്. അങ്ങനെ ക്ലാസ്മേറ്റ്സിൻ്റെ നോട്ട് ബുക്സ്. പിന്നെ നമ്മൾ മേടിച്ചതാ നമ്മുടെ പേപ്പർ ഗ്രിഡിൻ്റെ കുറച്ച് വൈറ്റ് പ്ലെയിൻ ബുക്കാണ് കേട്ടോ. ഇത് സിംഗിൾ ലൈൻ ബുക്കാണ്. പിന്നെ രണ്ട് മാത്സ് ബുക്സ് മേടിച്ചിട്ടുണ്ട്. നമ്മളെ ഹൊറിസോണ്ടൽ ഈ ചരിഞ്ഞ് വരെയുള്ള ബുക്ക്. പിന്നെ മോൾക്ക് വേണ്ടിയിട്ട് കുറച്ച് 2 ലൈൻ, അതേപോലെ തന്നെ ക്ലാസ്മേറ്റിൻ്റെ ആണ് കേട്ടോ 4 ലൈൻ ബുക്ക്. പിന്നെ നമ്മുടെ സ്ക്വയർ ബുക്ക്, മാത്സ് ബുക്കില്ലേ സ്ക്വയർ ബുക്കുണ്ട്. പിന്നെ അതാണ്ട് നമ്മുടെ റഫ് വർക്ക്സ് ഒക്കെ ചെയ്ത് നോക്കാനും എഴുതി പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള റഫ് ഷീറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു 2 ഞാൻ മേടിച്ചായിരുന്നു. പിന്നെ മോൾക്ക് ഒരു ഓപ്പൺ ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളുടെ സൈസിന് ഒരു ഓപ്പൺ ഷൂ മേടിച്ചിട്ടുണ്ട്. ഇതൊരു 275 ആ റേഞ്ചിലേ വരും. സാരില്ല, നുള്ളല്ലേ കുഞ്ഞിനെ. ഓപ്പൺ ഷൂ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫൈനലി ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞൊരു ലഞ്ച് ബോക്സ് മോന് മേടിച്ചതാണ് കേട്ടോ. ഇതും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 312 കേട്ടോ റേറ്റ്. ഒരു 430 കൊടുത്തേക്കുന്നത്. പക്ഷെ ഒരു 300 രൂപയ്ക്ക് നമുക്ക് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പാത്രമാണ് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ക്വാളിറ്റി ഉള്ള പാത്രം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അതാ ഏകദേശം ബില്ല് കണ്ടോ 4817 ആയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം 100 രൂപ 200 ആ ഒരു റേഞ്ച് തന്നെ. പക്ഷെ നമ്മൾ മേടിച്ച ക്വാണ്ടിറ്റി അത്രയും കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഇച്ചിരി റേറ്റ് കൂടുതലുള്ളത് ബാഗിനും അതേപോലെ തന്നെ നമ്മുടെ ബുക്സും കുറച്ച് അധികം ക്വാണ്ടിറ്റി മേടിച്ചത് കൊണ്ടുള്ള. പിന്നെ ഈ ലഞ്ച് ബോക്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചിൽ തന്നെ ഉള്ളതാണ്. ഇതും അഫോർഡബിൾ തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ സ്കൂൾ. ഇനി നമുക്ക് ഇത് എന്താണ് ബുക്സ് ബൈൻഡ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ ബാലൻസ് ഉള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.